തനിക്ക് വിദ്യാഭ്യാസ കുറവാണെന്ന സംവിധായകൻ പ്രിയദർശന്റെ പരാമർശത്തിന് മറുപടിയുമായി നടൻ രാജ്പാൽ യാദവ്. പ്രിയദർശന്റെ നിരീക്ഷണങ്ങൾ തെറ്റായ ധാരണകളിൽ നിന്നുള്ളതാണെന്നും വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നും ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ രാജ്പാൽ യാദവ് പറഞ്ഞു. ചെക്ക് കേസിൽ ജയിൽവാസം അനുഭവിച്ച രാജ്പാൽ യാദവിനെ കുറിച്ച് പ്രിയദർശൻ നടത്തിയ പരാമർശമാണ് ചർച്ചകൾക്ക് തുടക്കമിട്ടത്. രാജ്പാൽ യാദവ് നല്ലൊരു മനുഷ്യനാണെന്നും എന്നാൽ വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട് പറ്റിയ അബദ്ധമാണ് ഈ കേസുകൾ എന്നുമായിരുന്നു പ്രിയദർശന്റെ അഭിപ്രായം. പ്രിയദർശന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു രാജ്പാൽ പ്രതികരിക്കുകയും ചെയ്തത്. വിദ്യാഭ്യാസക്കുറവ് കൊണ്ടാണ് എനിക്ക് പിഴവ് പറ്റിയതെന്ന് പറയുന്നത് ശരിയല്ല. സിനിമയിലെ വലിയ വ്യക്തികൾ പോലും എപ്പോഴെങ്കിലും പ്രതിസന്ധികളിൽ അകപ്പെടാറുണ്ട്. അതിന് വിദ്യാഭ്യാസമായി യാതൊരു ബന്ധവും തന്നെയില്ല. രാജ്പാൽ യാദവ് ഇങ്ങനെയാണ് മറുപടിയായി നൽകിയത്. 11 വയസ്സ് മുതൽ അധ്വാനിക്കുന്ന വ്യക്തിയാണ് താനെന്നും ശരിയായ വിദ്യാഭ്യാസമില്ലാത്ത ഒരാളായിരുന്നുവെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ 30 വർഷത്തോളം പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നുവെന്നും രാജ്പാൽ പ്രതികരിച്ചു. രാം ഗോപാൽ വർമ്മ, ഡേവിഡ് ധവാൻ, പ്രിയദർശൻ എന്നിവർ ഞാൻ ഏറെ ബഹുമാനിക്കുന്നവരാണ്. പ്രിയൻ സാറിന് ഞാനൊരു മകനെ പോലെയാണ്. എങ്കിലും കാര്യങ്ങൾ പൂർണ്ണമായി അറിയാതെ മുൻവിധിയോടെ സംസാരിക്കുന്നത് ശരിയല്ല. തനിക്ക് സിനിമയിൽ അവസരങ്ങൾ നൽകി സഹായിക്കുമോ എന്ന് സോനു സൂദിന്റെ വാക്കുകളോടും താരം വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജോലി ചെയ്യുന്നതിൽ മടിയൊന്നുമില്ല, പക്ഷെ സിനിമ തന്റെ പാഷനാണെന്നും തനിക്ക് എപ്പോഴും സിനിമകൾക്ക് കുറവൊന്നുമില്ലെന്നും രാജ്പാൽ യാദവ് പറയുന്നു. പ്രിയദർശന്റെ ചിത്രമായ ഭൂത് ബംഗ്ലയിൽ രാജ്പാൽ യാദവ് അഭിനയിക്കുന്നുണ്ട്. കൂടാതെ വെൽക്കം ടു ദ ജംഗിൾ ഉൾപ്പെടെയുള്ള സിനിമകളും പുതിയ വെബ് സീരീസുകളും താരത്തിൻ്റെതായി വരാനുമുണ്ട്. ബോളിവുഡ് സിനിമയിലെ ഹാസ്യ സാമ്രാജ്യത്തിലെ പകരം വെക്കാനില്ലാത്ത പ്രതിഭയാണ് രാജ്പാൽ യാദവ്. 1971 ഉത്തർപ്രദേശിലെ ഷാജഹാൻപൂരിൽ ജനിച്ച അദ്ദേഹം പ്രശസ്തമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നാണ് അഭിനയത്തിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചിറങ്ങിയത്. ടെലിവിഷൻ പരമ്പരകളിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന രാജ്പാൽ യാദവ് ജംഗിൾ എന്ന ചിത്രത്തിലെ വില്ലൻ വേഷത്തിലൂടെയാണ് സിനിമയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. ഈ വേഷത്തിന് അദ്ദേഹത്തിന് മികച്ച വില്ലനുള്ള ഫിലിം ഫെയർ നോമിനേഷൻ ലഭിച്ചിരുന്നു. പിന്നീട് ഹാസ്യ വേഷങ്ങളിലേക്ക് തിരിഞ്ഞ അദ്ദേഹം തന്റെ തനതായ ശൈലിയിലൂടെ പ്രേക്ഷകരുടെ പ്രിയങ്കനായി മാറി. ഹംഗാമ, വക്ത്, ചുപ് ചുപ് കെ, ഭൂൽ ഭുലയ്യ തുടങ്ങിയ ചിത്രങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം ഇന്നും സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് ഭൂൽ ഭുലയ്യയിലെ ചോട്ടാ പണ്ഡിറ്റ് എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. വലിയ ശരീരപ്രകൃതിയോ നായക പരിവേഷമോ ഇല്ലാതിരുന്നിട്ടും സ്വന്തം പ്രതിഭയും ശരീരഭാഷയും സംഭാഷണ ശൈലിയും കൊണ്ട് ഏതു വലിയ താരത്തിനൊപ്പവും കട്ടയ്ക്ക് നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ജീവിതത്തിൽ നിയമപരമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നെങ്കിലും ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് അദ്ദേഹം സിനിമയിൽ വീണ്ടും സജീവമായിരിക്കുകയാണ്. സിനിമയ്ക്ക് പുറമെ സോഷ്യൽ മീഡിയയിലും അദ്ദേഹം സജീവമാണ്. നിലവിൽ ഭൂൽ ഭുലയ്യ 3, വെൽക്കം ടു ജംഗിൾ തുടങ്ങിയ ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്റെ പരിമിതികളെ കരുത്താക്കി മാറ്റിയ രാജ്പാൽ യാദവ് ഇന്നും ബോളിവുഡിലെ ഏറ്റവും തിരക്കുള്ള ഹാസ്യ നടന്മാരിൽ ഒരാളായി തുടരുന്നു.